അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഗ്‌രിബ് മുതൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ വളരെ സമയം വൈകിയതുകൊണ്ട് തന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അല്പം കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഞാൻ വിടവാങ്ങും. ഇനിയൊരു ഭാഷണത്തിന്റെ ആവശ്യം ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഒരു മഴ പെയ്ത് തോർന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുപോലെ ഒരു ഊർജ്ജസ്വലമായ ഒരു പ്രഭാഷണത്തിന്റെ ശക്തിയും കഴിവും എനിക്കില്ല എന്ന് നിങ്ങൾക്കും എനിക്കറിയുന്നതാണ്. അൽബദാരിമി അവതരിപ്പിച്ച വാക്ക്, പക്ഷെ അദ്ദേഹത്തിന് ഈ തീവ്രത ലഭിച്ചത് തന്നെ 2 ദിവസം അദ്ദേഹം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ 2 ദിവസം. ആ 2 ദിവസം ഞങ്ങളുടെ പക്ഷത്തെ അദ്ദേഹം ഒന്ന് അളന്ന് പഠിച്ച് മുഫത്തിഷായിട്ട് വന്നതാണ് അങ്ങോട്ടേക്ക്. ആ തഫ്തീഷ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഇവരെ പൊളിച്ചടക്കണം. ഇപ്പൊ അദ്ദേഹം കബറടക്കിക്കൊണ്ടിരിക്കണം. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഇൽമും ഹിക്മത്തും പ്രഭാഷണ രംഗത്ത് സമൂഹത്തിന് ഉപകാരപ്രദമായ വിധത്തിൽ മുന്നോട്ട് പോകാനുള്ള തൗഫീക്കും ഏറ്റി നൽകുമാറാവട്ടെ. ഏതായാലും എനിക്ക് വല്ലാതെ ബോധിച്ചു പ്രസംഗം. കാരണം എന്റെ പഴയകാല നേതാവ് കാന്തപുരം പറഞ്ഞ കളവുകൾ അദ്ദേഹം എണ്ണുകയായിരുന്നു. ഞാൻ എണ്ണാൻ ആഗ്രഹിച്ചത് പലതും അദ്ദേഹം ഇവിടെ എണ്ണിക്കഴിഞ്ഞു. എന്നാലും ഒരു 25 കൊല്ലം ഇനിയും ബാക്കിയുണ്ടാവും. കുറച്ച് എണ്ണിയിട്ടുള്ളൂ അദ്ദേഹം എണ്ണിയ കഥകളിൽ നിന്ന് ചിലത് മാത്രം ഞാൻ ബോധ്യപ്പെട്ടത് ബാക്കി കൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാനിവിടെ നിന്ന് വിടവാം. ഏതായാലും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇവിടെ അദ്ദേഹവുമായി അകന്നു നിന്നപ്പോ കൂടുതൽ കാര്യങ്ങൾ വീണ്ടും പഠിക്കാൻ അവസരം ലഭിച്ചു. കാന്തപുരം തൊട്ടടുത്തൂടെ ഉണ്ട് എന്നറിഞ്ഞു. വരുന്ന വഴിയിൽ കാണുമെന്ന് ഞാൻ കരുതിയത്. പക്ഷെ കാണാൻ നിർഭാഗ്യമുണ്ടായില്ല. അള്ളാഹു കാത്തു. ഇനി ആ മുഖം കാണണമെന്ന ആഗ്രഹവുമില്ല. അള്ളാഹു കാണിച്ചു തരാതിരിക്കട്ടെ. അത്രമേൽ ഞാൻ വെറുത്തിരിക്കുന്നു ആ മനുഷ്യനെ. അമേരിക്കയോട് നമ്മൾ പേരില്ലേ, അതുപോലെ അദ്ദേഹത്തോട് എനിക്ക് പറയണമെന്ന് തോന്നുന്നു. കാന്തപുരം മിസ്റ്റർ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, ഐ ഹേറ്റ് യു. നിങ്ങളെ ഞാൻ വെറുക്കുന്നു. ഈ ദുനിയാവിൽ വെറുക്കാൻ പറ്റുന്നതിന്റെ അവസാനത്തെ വെറുത്ത് ഞാൻ നിങ്ങൾ വെറുക്കുന്നു. കാരണം എന്താ? കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ സയ്യിദുമാർ, സാദാത്യങ്ങൾ അടങ്ങുന്ന ഒരു വലിയ സമൂഹത്തെ, അതുപോലെ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള ഔലിയാക്കളെ പൊതുസമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിന് സ്വീകരിക്കാൻ പറ്റുന്ന വലിയ മഹാന്മാരെ സ്വീകരിക്കാൻ അനുവദിക്കാതെ സംഘടനയുടെ പുതിയ മതിൽക്കെട്ട് സ്ഥാപിച്ചുകൊണ്ട് ആ പണ്ഡിതന്മാരുമായി, ഔലിയാക്കളുമായി സുന്നി ബന്ധമുണ്ടാകുമെന്നതിനെ തടഞ്ഞു നിർത്തിയ ആളാണ് കാന്തപുരം. അള്ളാഹുവിന്റെ കോടതിയിൽ 2 കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തിട്ടല്ലാതെ സുന്നി സമൂഹം നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. ഒന്ന്, ഈ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദിനെയും അവർ വിശ്വാസപരമായി പിഴച്ചു എന്ന് നിങ്ങളൊരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു. ആ വിഷയത്തിന്റെ കണക്ക് ചോദിക്കുന്നവളോട് ഇപ്പൊ എന്താ കാന്തപുരം പറയുന്നത്? കാന്തപുരത്തിന്റെ പ്രഭാഷകനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും പൊന്മളിയും കാന്തപുരവും ഒക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശംസുൽ ഉലമ മഹാനാണ്, ശംസുൽ ഉലമ സൂഫി വര്യനാണ്, വലിയാണെന്നാണ് ഓരോ അനുഭവങ്ങൾ വെച്ച് അവർ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. SKSSFകാർക്ക് ശംസുൽ ഉലമയുമായി ബന്ധമില്ലത്ര. SKSSF ഉണ്ടാക്കാൻ നിർദ്ദേശിച്ച, SSF ഉണ്ടാക്കാൻ നിർദ്ദേശിച്ചതും ശംസുൽ ഉലമയാണ്. അതിന് വഴിയുണ്ടാക്കി കൊടുത്തതും ശംസുൽ ഉലമയാണ്. പിന്നീട് അത് അപഭ്രംശം സംഭവിച്ചപ്പോ, വഴിമാറിപ്പോയപ്പോ അവിടെ പിടിച്ചു നിർത്തി ഇനി ആ പ്രസ്ഥാനം വേണ്ട, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന പേരിൽ സമസ്തയുമായി ചേർന്ന് നിന്നുകൊണ്ട് SKSSF മദിയനി സുന്നികൾക്കെന്ന് പറഞ്ഞ് SKSSFന് ബീജാഭാവം നൽകാൻ വേണ്ടി പ്രചോദനം നൽകിയത് ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദുമാണ്. ആ മഹാന്മാരുടെ നിർദ്ദേശമാണ് ഈ പ്രസ്ഥാനം ഉണ്ടാവാൻ കാരണം.
എന്നിട്ടിപ്പോ കാന്തപുരം പറയുന്നു SSFന്റെ ആളുകൾക്കാണ് ശംസുൽ-ഉലമയുമായി ബന്ധം, SKSSFന് ബന്ധമില്ല എന്ന്. ഒരു കാലഘട്ടത്തിൽ ശംസുൽ-ഉലമക്ക് പിഴച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ സമസ്തയുടെ പക്ഷത്തു നിന്ന് മാറ്റിയിട്ട് കാന്തപുരത്തിന്റെ കുതന്ത്ര സമസ്തയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയത്. സമസ്ത എന്ന് കാന്തപുരം പറയുമ്പോഴേക്ക് അത് അംഗീകരിക്കേണ്ട ഒരു ആവശ്യം ഇവിടെയില്ല. രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഇവിടെ ആർക്കും രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാം. അതുകൊണ്ട് അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമയാവില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ സമസ്ത കേരള പുലയ മഹാസഭയുണ്ടല്ലോ, അതിനാരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? മുസ്ലിങ്ങളുടെ സംഘടനയെ അംഗീകരിച്ചിട്ടുണ്ടോ? അതുപോലെ കാന്തപുരം ഉണ്ടാക്കിയ വിഭാഗീയതയുടെ, ഭിന്നതയുടെ ഒരു പുതിയ രൂപവും ഭാവവുമായി മാത്രമേ അദ്ദേഹത്തിന്റെ സംഘടനയെ കാണുന്നുള്ളൂ. അങ്ങനെ ശംസുൽ-ഉലമ മഹാനാണെന്ന് കാന്തപുരവും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും പറയുന്നു, അല്ലെങ്കിൽ കൂടെയുള്ളവർ പറയുന്നു. പക്ഷെ ശംസുൽ-ഉലമയും കണ്ണിയത്ത് ഉസ്താദും മഹാനാണെന്ന് ഇവർ പറയുമ്പോൾ തന്നെ കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ-ഉലമയുടെയും വാക്കുകൾ ഇന്നും ഓഡിയോ കാസറ്റുകളിലൂടെ, CD-കളിലൂടെ നമ്മുടെ മുന്നിൽ ജീവിക്കുകയാണ്. അവിടെ ശംസുൽ-ഉലമ പറഞ്ഞത് മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂലിനോട് ചേർത്തിയിട്ടാണ് കാന്തപുരത്തിന്റെ പേര് ശംസുൽ-ഉലമ ജീവിതത്തിൽ പറഞ്ഞത്. എങ്കിൽ ഞാൻ എന്റെ SSFകാരോട് ചോദിക്കുന്നു, ശംസുൽ-ഉലമ മഹാനാണെന്ന് കാന്തപുരം പറയുന്നു, കാന്തപുരം ചീത്തയും നിഫാക്കുള്ള ആളുമാണെന്ന് ശംസുൽ-ഉലമ പറയുന്നു. ഇതിലേത് നാം സ്വീകരിക്കും? ഇതിലേത് സ്വീകരിക്കണം? നിങ്ങളുടെ മുന്നിൽ ഞാൻ തുറന്നു വെക്കുകയാണ്. ഇപ്പോൾ വേദനയുണ്ട്. അന്ന് കാന്തപുരം ഞങ്ങളോട് ശംസുൽ-ഉലമയെ കുറ്റം പറഞ്ഞു മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ ഇത് വഫാത്തിന് ശേഷം വിളിച്ചു പറയുമ്പോ വേദനയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. ഒരുപാട് കാരണങ്ങളിലൊന്നതാണ്. ഇങ്ങോട്ട് പോകാനുള്ള കാരണം അതാണ്. കാരണം ഇന്ന് സംസ്ഥയുടെ നേതാക്കൾ എന്ന് പറയുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന സൈനുൽ-ഉലമയും കോയക്കുട്ടി ഉസ്താദും വഫാത്തായാൽ ഇവരതിന്റെ തൊട്ടു പിന്നാലെ വന്നവർ പറയും അവർ മഹാന്മാരായിരുന്നുവെന്ന്. അപ്പൊ മഹാന്മാരെ ജീവിതകാലത്ത് തന്നെ കൈപിടിക്കാനും അവർക്ക് പിന്നിൽ നിൽക്കാനും അവരുടെ നിർദ്ദേശത്തെ സ്വീകരിക്കാനും അവർ മഹാനല്ലെന്നും അവർ വഴിപിഴച്ചയാളാണെന്നും സ്വീകരിക്കാൻ പാടില്ലെന്നും പറഞ്ഞ കാന്തപുരത്തെ തിരസ്കരിക്കാനും ഇത് തന്നെയാണ് എന്റെ ഒരു കാരണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതുപോലെ കാന്തപുരം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവുകളുടെ കൂമ്പാരങ്ങൾ നിരത്തിവെച്ചിട്ട് അതൊന്നൊരു പരീക്ഷണത്തിന് വിധേയമാക്കിയാൽ വ്യക്തമാവുന്നൊരു കാര്യമാണ്. ഈ നാട്ടിൽ നിന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. ഈ നാടാണ് കാന്തപുരം വിഭാഗത്തെ പുതിയ രൂപത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാട്. ഇവിടെ തന്നെയാണല്ലോ ആ സുലൈമാൻ ഉള്ളത്. ഈ സുലൈമാൻ മുസ്ലിയാർക്ക് കുറ്റിപ്പുറത്ത് വെച്ച് കാന്തപുരത്തിന്റെ കേരള യാത്രാ പ്രഖ്യാപനം നടത്തിക്കൊടുത്ത സമയത്ത് കാന്തപുരത്തെ അംഗീകരിക്കാൻ പറ്റാത്തൊരു നാടൻ കാന്തപുരമാക്കി മാറ്റിയ, ഉസ്താദ് എന്ന് വിളിച്ചിരുന്ന മനുഷ്യനെ കൊണ്ടുപോയി നാടനാക്കി മാറ്റിയ, കാന്തപുരാക്കി മാറ്റിയ ആ സുലൈമാൻ ഇവിടെയുള്ളത്. ഈ സുലൈമാൻ മുസ്ലിയാരാണത് പ്രഖ്യാപിച്ചത്. ഈ സുലൈമാൻ മുസ്ലിയാർക്ക് ഇവിടെയുള്ള ആ സുലൈമാൻ വായിച്ചു കൊടുത്തു കാന്തപുരത്തിന്റെ കേരള യാത്ര. അപ്പൊ ഈ സുലൈമാൻ മുസ്ലിയാർ പറഞ്ഞു കാന്തപുര ഉസ്താദിന്റെ കേരള യാത്ര. വീണ്ടും ആ സുലൈമാൻ പറഞ്ഞു കാന്തപുരത്തിന്റെ കേരള യാത്ര. അപ്പോ ഈ സുലൈമാൻ മുസ്ലിയാർ വായിച്ചു കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്ര. പിന്നെ സുലൈമാൻ മുസ്ലിയാർ ഒരു ചെറിയ പാവല്ലേ, മറ്റേ ആള് നല്ല അജാനുഭവമാണല്ലോ. അയാളൊന്ന് മസിലൊക്കെ ഒന്ന് പിടിച്ച് മൂന്നാമത്തെ പ്രാവശ്യം കാന്തപുരത്തിന്റെ കേരള യാത്ര എന്ന് വായിച്ചപ്പോ ഈ സുലൈമാൻ മുസ്ലിയാർ പേടിച്ചു വായിച്ചു കാന്തപുരത്തിന്റെ കേരള യാത്ര. ഇങ്ങനെ പറഞ്ഞ് കാന്തപുരമാണ് ഈ മനുഷ്യനെന്നും ഇദ്ദേഹത്തെ പണ്ഡിതനെന്ന് വിളിക്കാൻ പറ്റില്ല, ഉസ്താദ് എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു തന്നത് നിങ്ങളുടെ നാട്ടിലുള്ള സ്ഥാപനം നടത്തുന്ന ആളാണ്. മാത്രമല്ല ആ സംഘടന ഇസ്ലാമിക പ്രസ്ഥാനമായി പോവുകയാണെന്നാണ് ഞങ്ങൾ അന്നൊക്കെ തെറ്റിദ്ധരിച്ചിരുന്നത്. പക്ഷേ ഈ നാട്ടിൽ ജോലി ചെയ്യുന്ന ആ മനുഷ്യൻ ഇടപെട്ടപ്പോ ആ പ്രസ്ഥാനം ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി. വളരെ സന്തോഷമുള്ള കാര്യമാണ്. വർഷങ്ങൾക്ക് 2-3 വർഷം മുമ്പ് ഈ നിങ്ങളുടെ നാട്ടുകാരൻ ഏതോ ഒരു നാസ്തികനായ മനുഷ്യനെടുത്തു പോയിട്ട്, കൃത്യമായി ഞാൻ രേഖകളോടെ സംസാരിക്കുന്നത്, സുലൈമാൻ മാളിയേക്കൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഒരു നാസ്തികനായ ബുദ്ധിജീവിയുടെ അടുത്ത് പോയി ദിവസങ്ങളിരുന്ന് പഠിച്ചു എങ്ങനെ ഒരു സംഘടനയെ ശാസ്ത്രീയമായ സംഘടനയാക്കി മാറ്റാം. അങ്ങനെ അയാൾ ഇരുന്ന് പഠിച്ചപ്പോ അയാൾക്ക് കുറെ തത്വശാസ്ത്രങ്ങൾ അയാൾ പഠിപ്പിച്ചു. സംഘടന പാഠശാല, പണിശാല, കൃഷിശാല അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പദ്ധതികൾ പഠിപ്പിച്ചു കൊടുത്തു. അത് കൊണ്ടുവന്ന് ഈ മനുഷ്യൻ, ഈ സുലൈമാൻ അഥവാ ആ സുലൈമാൻ, ഈ എന്ന് പറഞ്ഞാൽ ആന്നാണ് ഉദ്ദേശം, അതിന്റെ ഇടയിൽ ഈ സുലൈമാൻ മുസ്ലിയാർ പറഞ്ഞുകൊണ്ട് ഒന്നാണ്. ഈ സുലൈമാൻ മാളിയേക്കൽ സംഘടനയിൽ അത് അവതരിപ്പിച്ചു.
എന്നിട്ട് സംഘടനയെ കൊണ്ട് പറയിച്ചു, ഇനി മതപരമായ ആത്മീയമായ ഔന്നത്യങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊന്നും കൂടുതൽ ചർച്ച ചെയ്യാൻ പാടില്ല, ഒക്കെ നമ്മൾ മാനവികതയാവണം. അങ്ങനെയാണ് ഈ മാനവികതയുടെ പുതിയ രൂപഭാവങ്ങൾ ഉണ്ടായി വരുന്നത്. ഇപ്പൊ ആ സംഘടന ഏകദേശം ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു സോളിഡാരിറ്റി ടൈപ്പായി മാറിയിട്ടുണ്ട്. അവിടെ സിക്ർ ഹൽക്ക ഉണ്ടാവില്ല, ആത്മീയ സദസ്സുകൾ ഉണ്ടാവില്ല. 40 കോടി പറഞ്ഞു നടന്നവർ അവസാനം രക്ഷയില്ലാതെ വന്നപ്പോ 40 കോടി കുത്തിയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? 40 കോടി ഓരോ റോഡ് സൈഡിലും കുത്തി. എന്തിനാ? ഞങ്ങൾ ഉസ്താദ് 40 കോടി പറഞ്ഞിരുന്നു, ഉസ്താദിന്റെ സ്മാരകമായി ഉദ്ദേശിച്ച പള്ളിയാണ്. പക്ഷേ ഉസ്താദ് പറഞ്ഞതൊന്നും ശരിയാവാതെ വന്നപ്പോ ആ 40 കോടി എന്നുള്ളതിന് പകരം ഞങ്ങളത് 40 കോടിയാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ റോഡ് സൈഡിലേക്ക് കൊടികുത്തി. ഈ കൊടികുത്തിയ സമ്മേളനത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ആദർശം പറഞ്ഞ്, അഖീദ പറഞ്ഞ്, ആത്മീയത പറഞ്ഞിരുന്നവർ അവസാനം അവിടെ തീരുമാനിച്ചു, അവിടെ ഒരു ആത്മീയ സമ്മേളനം ആവാൻ പാടില്ല എന്നുള്ള നിലയിൽ ഒരു ചെറിയ ഉപദേശം നൽകാൻ വേണ്ടിയുള്ള സദസ്സ് എന്ന് പറഞ്ഞ് അതിനിട്ട പേര് ആത്മായനം. രസായനം എന്നങ്ങനെ പറഞ്ഞാൽ കുടിക്കാൻ പറ്റുമായിരുന്നു. ആത്മായനം. എന്നിട്ടോ അവിടെ ആത്മീയതയെ ബന്ധപ്പെട്ടൊന്നും ചർച്ച ചെയ്തില്ല. പിന്നെ ഒരു ആദർശ സെഷൻ ഉണ്ടായിരുന്നു ആ 40 കോടി സമ്മേളനത്തിൽ. ഈ 40 കോടി സമ്മേളനത്തിനൊരു പ്രത്യേകതയുണ്ട്, അതൊരു നേർച്ചയായിരുന്നു, കൊടികുത്ത് നേർച്ച. 40 കോടി കുത്തി. പിന്നെ നമ്മൾ എല്ലാ നേർച്ചകൾക്കും പെട്ടിവരവുണ്ടാവും, അതുപോലെ ഒരു പെട്ടിവരവുണ്ടായിരുന്നു. അതൊരു ശരിക്കൊരു ആണ്ട് നേർച്ച തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഒരു പിരിച്ചുവിടൽ നേർച്ചയായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ അത് അന്തരിച്ചിട്ട് ആ ആദർശം തീർന്നതിന്റെ 40ാം വാർഷികാഘോഷം ആണ്ട്. അതിലൊരു ചീരണി കൊണ്ടുപോകുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ബർക്കത്തിനുള്ള. ഓരോ വീട്ടിലും പോയി ഒരു കുമ്പിൾ പഞ്ചസാര, ഒരു കുമ്പിൾ പഞ്ചസാര. ഇതൊന്നും വെറുതെ പറയല്ല, ഉണ്ടായ സംഭവങ്ങളാണ്. ഒരു കുമ്പിൾ പഞ്ചസാര ഓരോ വീട്ടിന് മുന്നിലും പോയിട്ട്, ഒരു കുമ്പിൾ ഇത്രയാണ്, പക്ഷെ എന്നാൽ 2 കൈയും കൂടി കൂട്ടിയിട്ട് ഒരു കുമ്പിൾ പഞ്ചസാര. നിങ്ങൾ എസ്കേസുകാർക്ക് ഇതൊക്കെ എവിടെ മനസ്സിലാവുക? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത്. കാരണം നിങ്ങൾ എവിടെ കച്ചവടം പഠിച്ചത്? കച്ചവടം പഠിച്ച കാന്തപുരത്തിന്റെ മക്കളാണിത്. എന്താ ചെയ്യുന്നത്? ഇതിന്റെ ഉദ്ദേശം എന്താ? ഈ പഞ്ചസാരന്റെ ഉദ്ദേശം ഓരോ നാട്ടിലും പോയി ഈ പഞ്ചസാര സ്വരൂപിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു ചാക്കിലാക്കിയാൽ, ഏത് പഞ്ചസാര ഒന്നിച്ചാക്കിയാലും പ്രശ്നം വരാനില്ല. അരിയാവുമ്പോ അങ്ങനെ നടക്കുവോ? വ്യത്യസ്ത അരികളല്ലേ വരിക. ചിന്തിച്ചു നോക്കണം. നിങ്ങൾക്ക് ഇപ്പൊ ചിന്തിക്കുന്നുള്ളൂ, ഇത് അതിനു മുമ്പ് ചിന്തിച്ച കച്ചവടക്കാരാണിത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട SSFകാരോട് സൂചിപ്പിക്കാനുള്ളത്, സംഘടന പിരിച്ചുവിട്ട് നല്ല സൂപ്പർ മാർക്കറ്റ് ശൃംഖല തുടങ്ങല നിങ്ങൾക്ക് നല്ലത്. ഓരോ യൂണിറ്റ് കമ്മിറ്റിക്കും പകരം ഓരോ സ്ഥലത്തും ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിക്കോളൂ. എന്നാൽ നല്ല കച്ചവടം നടക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇത്ര നല്ല കച്ചവടക്കാരെ കേരളത്തിൽ കാണാൻ കഴിയില്ല വേറെ ആളുകളാണ്. കാന്തപുരം എങ്ങാനും കച്ചവടത്തിന് ഇറങ്ങിയിരുന്നെങ്കിൽ ലുലുവിന്റെ യൂസുഫ് അലി പോലും ബാക്കിൽ നിൽക്കേണ്ടി വരും. മൂപ്പര് കച്ചവടത്തിന് ഇറങ്ങാത്തതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ആ നിലയിൽ കാന്തപുരത്തിന്റെ അനുയായികൾ പഞ്ചസാര വാങ്ങിയിട്ട് ഒരു സമ്മേളനം നടത്തി. ആ പഞ്ചസാരകൾ ഒന്നിച്ച് ഡിവിഷൻ തലത്ത് കൊണ്ടുപോയിട്ട് അവിടുന്ന് നേരെ അത് തൂക്കി കടകളിൽ വിറ്റ് പൈസ ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ഒരു കൊടുകുത്തിയ സമ്മേളനത്തിൽ ആദർശം പറഞ്ഞിരുന്ന ആളുകൾ അവിടെ ക്ലാസ് എടുക്കാൻ കൊണ്ടുവന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രത്തിൽ ജോലി ചെയ്യുന്ന ഒരാളെ. എന്നിട്ട് അയാൾ വന്നിട്ട് അവിടുന്ന് മുജാഹിദിനെതിരെ കുറെ പ്രസംഗിച്ചു. മുജാഹിദിനെതിരെ പ്രസംഗിച്ചുകൊണ്ട് മാത്രം സുന്നിയാവണമെന്നില്ല, ആരിഫ് അലിയും പ്രസംഗിക്കും. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ആൾ ചെയ്യുമല്ലോ. അയാൾ പ്രസംഗിച്ചിട്ട് അതിനിടയിൽ ആദർശ സെഷനാണ്, മുഖ്യ പ്രഭാഷണമാണ്. അയാൾ അതിനിടയിൽ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോ എന്റെ സുഹൃത്തിനോടൊപ്പം ജുമുഅക്ക് വഴിയിൽ ഒരു പള്ളിയിൽ കയറി. ഖുതുബ പരിഭാഷയുള്ള പള്ളിയിലായിരുന്നു, മലയാള ഖുതുബയുള്ള പള്ളിയിൽ. അവിടെ ഖുതുബ ഇങ്ങനെ ഖുതുബ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോ അയാൾ ഇങ്ങനെ ജിന്നിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, ഇത് ഏത് മുജാഹിദിന്റെ പള്ളിയാണ്? അപ്പൊ അയാൾ പറഞ്ഞു, ഇത് ജിന്ന് മുജാഹിദിന്റെ പള്ളിയാണ്. ആരായി പറയുന്നത്? SSFന്റെ സമ്മേളനത്തിൽ ആദർശ ക്ലാസ് കൊണ്ട് എടുത്തുകൊണ്ടിരുന്ന കാസിം ഇരിക്കൂറിന്റെ പ്രസംഗാണിത്. രേഖ വേണമെങ്കിൽ ഞാൻ തരാം. SSFകാരൻ ഇത് കേട്ടിട്ട് തക്ബീറും ചെയ്യും. എല്ലാറ്റിനും തക്ബീറില്ലല്ലോ. പണ്ട് നാട്ടിക ഉസ്താദ് എന്റെ നാട്ടിനെ അടുത്ത് പയ്യന്നൂരിൽ വന്നിട്ട് പ്രസംഗിച്ചു. അപ്പൊ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുമ്പോ EK ഉസ്താദിന്റെ പേര് ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോ കുറെ APക്കാരും CPMന്റെ പ്രവർത്തകരും കൂടിയിട്ട് ഒന്നിച്ചോണ്ട് കൂക്കുക. അപ്പൊ നാട്ടിക ഉസ്താദ് EK നായനാർന്നു കൂക്കി ഒരാൾ കുടുങ്ങി. അതുപോലെ
കാന്തപുരത്തിന്റെ ആളുകളുടെ സദസ്സിൽ ഈ മനുഷ്യൻ വന്ന് ഈ ജുമ നിസ്കരിച്ചതും ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോ ജിന്നൊക്കെ പറയാൻ ഈ വഹാബിക്ക് അനുകൂലമായി ബിദ്അത്തുകാരനായ അല്ലെങ്കിൽ ബിദ്അത്തുകാരുടെ പള്ളിയിൽ പോയി ജുമ നിസ്കരിക്കുന്ന ഈ മനുഷ്യനെ അറിഞ്ഞുകൊണ്ട് നിസ്കരിക്കുകയും ശേഷം ഒരു സുന്നി സമൂഹത്തിന്റെ ആദർശ സെഷനിൽ ക്ലാസ് എടുപ്പിക്കുകയും ചെയ്ത പിന്നെ എന്ത് സുന്നിയാടോ ഇത്? നിങ്ങൾക്ക് എന്ത് സുന്നിയാ പറയാൻ അവകാശമുള്ളത്? ഈ പറഞ്ഞ കാന്തപുരം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മാതൃഭൂമിയുടെ വായിച്ചു. മാതൃഭൂമിയിൽ എന്താ കാന്തപുരം പറഞ്ഞത്? മാതൃഭൂമിയിലൂടെ കാന്തപുരം പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കാൻ പിരിവ് നടത്തിയിട്ടില്ല. അത് ചിലപ്പോ നിങ്ങളോടൊക്കെ പറയുമ്പോൾ കുറച്ച് സുഖമുണ്ടാവും അദ്ദേഹത്തിന്, പക്ഷെ എന്നോട് പറഞ്ഞ രക്ഷപ്പെടൂല. കാരണം എന്താ? കാന്തപുരം പിരിച്ച റെസീറ്റ് ആയത്. ഇത് കാന്തപുരം നടത്തിയ പിരിവ് നടത്താൻ ഉപയോഗിച്ച റെസീറ്റിലെ ഒന്ന് മാത്രമാണ്. ഇതൊന്നല്ല, എന്റെ കയ്യിൽ ഒരു ബുക്ക് തന്നെ ഉണ്ട്. ഞാൻ കൊണ്ടുവരായിരുന്നത് ചിലപ്പോ ഇപ്പോഴും വിവേകമുദിക്കാത്ത ഏതെങ്കിലും കാന്തപുരമനിയായി ചിലപ്പോ ഈ ബുക്ക് കണ്ട പിന്നാലെ ഓടിയിട്ട് പറയും, ഒരു കൂപ്പൺ തരും, 1000 രൂപ തരാം. അത് പറഞ്ഞ് ഗതികേടാവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ബുക്ക് കൊണ്ടുവരായിരുന്നാണ്. ഇതിപ്പോതാ കാന്തപുരം പറഞ്ഞെന്താ? ഞങ്ങൾ അങ്ങനെ പിരിവ് നടത്തിയിട്ടില്ല എന്നാണ്. എങ്കിലിതാ വായിച്ച് കേട്ടോളൂ നിങ്ങൾ. ഷറേ മുബാറക് മസ്ജിദ്, ദുനിയാവിലൊരു ഭാഷയില്ല ഇങ്ങനെ. അന്ന് തന്നെ നമ്മൾ പറയാറുള്ളത്, അത് നമ്മളന്ന് ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. ഷറേ മുബാറക് എന്ന് പറഞ്ഞ ഉറുദു അല്ല, അത് അറബിയല്ല, ഫാർസിയല്ല. മുയേ മുബാറക് എന്ന് പറയാം, അല്ലെങ്കിൽ ബാൽ മുബാറക് എന്ന് പറയാം. അറബിയിലാണെങ്കിൽ ഷഹർ മുബാറക് എന്ന് പറയാം. ഫാർസി, ഉറുദു, അറബി ഭാഷകൾ അങ്ങനെ പറയാം. ഷറേ മുബാറക് എന്ന് പറയില്ല. എന്നിട്ട് ഇതിന്റെ ബാക്കിൽ കാണാം തിരികേശത്തിനൊരു ഉത്തമ കേന്ദ്രം. പള്ളി എടുക്കുന്നില്ല എന്ന് പറഞ്ഞ ആളാഴ്ച റെസീറ്റാണിത്. 25,000 പേർക്ക് നിശ്ചരിക്കാവുന്ന മസ്ജിദ്, ഇസ്ലാമിക് ഹെറിറ്റേജ് മ്യൂസിയം, ഇസ്ലാമിക് ഡിജിറ്റൽ ലൈബ്രറി, ശരിയ റിസർച്ച് സെന്റർ, വിവിധ സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന, അത് പറ്റും. ഇസ്ലാമിക വാസ്തുശില്പകലയിൽ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ മസ്ജിദ് സമുച്ചയത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാവുക. മർക്കസ് സഖാഫത്ത് സുന്നിയ, കാരന്തൂർ. അഡ്രസ്, വെബ്സൈറ്റ്, ഫോൺ നമ്പർ. ഇത് നിങ്ങൾ അടിച്ച് ഡൊണേഷൻ 1000 രൂപ എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടു നടന്നതാണ്. പിരിവ് നടത്തിയിട്ടില്ല എന്ന് കാന്തപുരം പറയുമ്പോ, കാന്തപുരം പറഞ്ഞ ആ മാതൃഭൂമിയിലെ വരികൾ, ആ മാതൃഭൂമി എന്റെ ഇടത് കൈയിൽ ഞാൻ പിടിക്കുന്നു, കാന്തപുരം പിരിവ് നടത്തിയ റെസീറ്റ് വലത് കൈയിൽ പിടിക്കുന്നു. എന്റെ SSFകാരോട് സുലൈമാൻ സക്കാഫി, മാളിയേക്കൽ അടങ്ങുന്ന ഇവിടെയുള്ള SSFന്റെ സർവ്വ സംസ്ഥാന പഞ്ചായത്ത്, യൂണിറ്റ്, സെക്ടർ തലത്തിലുള്ള സർവ്വ നേതാക്കളെയും ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നു, ഈ രണ്ടിൽ ഏതാ കാന്തപുരം പറഞ്ഞ സത്യം? കളവ് വേണ്ട. ഇതിലേതാ കാന്തപുരം പറഞ്ഞ സത്യമെന്ന് തെളിയിച്ചു തരാൻ ഞാൻ വെല്ലുവിളിക്കാം. അതേ കാന്തപുരം പറയാണ്, ഞങ്ങൾ അങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടില്ല. ഞങ്ങളൊരു പരിപാടി നടത്തിയിട്ടില്ല ഇതിന്റെ പേരിൽ എന്ന് പറയുമ്പോ, ഇതാ ഈ കളറ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഏപ്പിന്റേതാണ്, ചുവപ്പാണ്. ഇതേ എനിക്കിവിടെ സമ്മേളനത്തിന് വന്നപ്പെട്ടാന്ന് ബാഡ്ജല്ല. നിങ്ങളുടെ ശൂന്യാകാശത്ത് ശിലാസ്ഥാപനം നടത്തിയപ്പോ അന്ന് എനിക്ക് ധരിക്കാൻ തന്ന ബാഡ്ജാണിത്. നിങ്ങളുടെ പള്ളിയുടെ ശിലാസ്ഥാപനം. ഇപ്പൊ നിങ്ങൾ എന്താ പറയാ? കാന്തപുരം ചിലപ്പോൾ രക്ഷപ്പെടാൻ പറയും, ഞങ്ങൾ ഷറേ മുബാറക് പള്ളി ഉണ്ടാക്കിയിട്ടില്ല, മസ്ജിദിൽ 6 ആള് എന്ന് പറഞ്ഞ പള്ളിയാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ആസാറ്, രണ്ടും ആവാം. 6 ആളുകളാണല്ലോ പോകുന്നത്. അപ്പൊ അങ്ങനെ പറയുന്നവരോട് ഇതാ ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. 13th January Foundation Stone Laying Ceremony of Shahar Mubarak Masjid and International Milad Conference. ഇതേ നിങ്ങളുടെ ആ ശൂന്യാകാശ ശിലാസ്ഥാപന പരിപാടിയിൽ നിങ്ങളടിച്ച് ഷഹറേ മുബാറക് എന്ന് തന്നെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ബാഡ്ജാണിത്. കാന്തപുരം പറയുന്നു, ഇതേ മാതൃഭൂമിയിൽ ഞാൻ അങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടില്ല എന്ന്. ഇതാ ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഇതിലേതാ സത്യം? ഞാൻ ഇപ്പോഴും സങ്കല്പിക്കാൻ, ഞാൻ ഇപ്പൊ ആകെ ഇതിലാണ്, സങ്കല്പത്തിലാണ്. കാരണം എന്റെ കയ്യിലുള്ളത് ഞാൻ കയ്യിൽ പിടിച്ചു തന്നെയല്ലേ എന്ന് സംശയിച്ചു പോവാണ് പലപ്പോഴും. കാന്തപുരം പറയാണ് അങ്ങനെ ഒന്നും നടത്തിയിട്ടില്ല. ഇത് സ്വപ്നാണോ എന്ന് ഞാൻ പകരയോട് ചോദിക്കാൻ പോവാണ്. നാളെ പകരയിലാണ് ഞാൻ. ഇത് സ്വപ്നമാണോ അല്ല യാഥാർത്ഥ്യമാണോ? ഇത് സ്വപ്നമല്ലല്ലോ സാർ, അല്ലല്ല, യാഥാർത്ഥ്യം തന്നെയല്ലേ? യാഥാർത്ഥ്യമാണ്. ഇനിയും ബുദ്ധി ഉദിക്കാത്ത കുട്ടികൾ SSFൽ നിൽക്കും. ഇവിടെ എനിക്ക് തോന്നുന്നത് മന്ദബുദ്ധി സ്കൂൾ ഉണ്ട് എന്നാണ് തോന്നുന്നത്, അവരുടെ കീഴിൽ. അവിടെയുള്ള കുട്ടികൾ പോലും ഇത് കണ്ടാൽ, ഇനി ഇല്ലെങ്കിൽ ഖലീൽ തങ്ങൾക്കുണ്ട് മന്ദബുദ്ധി സ്കൂള്, അവിടെയുള്ള കുട്ടികളുടെ കയ്യിൽ ഇത് രണ്ടും കൊണ്ടുകൊടുത്തിട്ട് ഒന്നും പറയണ്ട, ആ കുട്ടികളുടെ കയ്യിൽ കൊടുത്താൽ മന്ദബുദ്ധി സ്കൂളിലെ കുട്ടികൾ വിളിച്ചു പറയും, ഇത് ഞങ്ങൾ ഉസ്താദ് AP-യുടെ വിക്രിയകളിൽ ഒന്ന്. അങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. ഇത്രത്തോളം ഈ മനുഷ്യന്റെ അവസ്ഥ. ഈ മനുഷ്യൻ പിരിവ് നടത്തി, ഓരോ പിരിവും ഓരോ പ്രവർത്തനം നടത്തിയിട്ട് അവസാനം അദ്ദേഹം ലാസ്റ്റ് പറയും,
എനിക്കതറിയില്ല. 25 കൊല്ലം 26 കൊല്ലം അതിന്റെ പിന്നാലെ നടന്നിട്ട് അവസാനം നൌഷാദ് ഹസനി പോയപ്പോ നൌഷാദിന്റെ അടുപ്പത്രേ രാമലി എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ മൂപ്പര് കണ്ടിട്ടില്ല അത്രേ. എന്നിട്ട് പിന്നെ നൌഷാദിനെ കാന്തപുരം സ്വാധീനിച്ചപ്പോ പിന്നെ നൌഷാദാസിനെ തിരുത്തി പറഞ്ഞു. എങ്ങനെയാ തിരുത്തിയത്? കളവ് പറയുന്ന രാമന്തലിയെ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ രക്ഷപ്പെട്ടു. അപ്പൊ ഇനി ഞാൻ പറയുന്നത് ഇതുവരെ ഇത്രയും കാലം 25 കൊല്ലം ഞാൻ കളവ് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പേടിക്കണ്ട. ഞാൻ പറയുന്ന സത്യം ഇനി ഉണ്ടാവുള്ളൂ. കാന്തപുരത്തിന് സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടില്ലേ? കാന്തപുരം സർട്ടിഫിക്കറ്റ് എന്ന അതിനേക്കാളും വലുത് വേറെന്തെങ്കിലും ഉണ്ടോ? അത്രമേൽ അദ്ദേഹത്തിന് ഒരു സത്യം ജീവിതത്തിൽ പറഞ്ഞു പോവാന്ന് അറിയാതെ പോലും മൂപ്പര് പറയാൻ കഴിയില്ല. സത്യം എന്ന് പറഞ്ഞ സാധനം പറയില്ല. കാരണം പലപ്പോഴും നമ്മൾ ബസ്സിൽ കയറിയാൽ കാണും പുക വലിക്കരുത് എന്ന് പറഞ്ഞ ബോർഡ് കാണാം. അതുപോലെ ഈ പ്രസ്ഥാനത്തിന്റെ അകത്ത് അലിഖിതമായിട്ട് എഴുതി വെച്ചതായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും, ഇവിടെ സത്യം പറയരുത്. മാളിയേക്കൽ സുലൈമാൻ സഖാഫി ആ സംഘടനയെ ശാസ്ത്രീയ പ്രസ്ഥാനമാക്കി മാറ്റുമ്പോ ഇപ്പൊ അച്ഛന് തോന്നുന്നത് തന്നെയാണ് കളവ് മാത്രമേ പറയാൻ പാടുള്ളൂ. കാരണം കാലഘട്ടത്തിൽ ഇപ്പോ നമ്മുടെ ദാരിമികൾ ഇപ്പിടുന്ന സമയത്ത് നമ്മുടെ ഫറൂഖ് നൈമി യാസീനെ ദുർവ്യാഖ്യാനം ചെയ്തതായി നമ്മൾ കേൾക്കും. യോദ്യം മാറ്റി യോദ്യം അതുപോലെ ഖുർആനായത്ത് തെറ്റിച്ച് പറഞ്ഞ ആളാണ് ഈ സുലൈമാൻ സബി പറയുന്ന മനുഷ്യൻ. വഹാബിനെതിരെ അയാൾ തെറ്റിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു ഞങ്ങൾ നിന്റെ DTP മിസ്റ്റേക്കാണ്. അപ്പൊ വഹാബികൾ ചോദിച്ചു ഇയാളോട്, DTP മിസ്റ്റേക്ക് ആണെങ്കിൽ പിന്നെ എങ്ങനെ ഞങ്ങൾ അർത്ഥം എഴുതി തെറ്റിച്ചത്? അറബി DTP മിസ്റ്റേക്കാണ്, മലയാളത്തിലും മിസ്റ്റേക്ക് വരുമോ? ഇയാളെ പോലെ തന്നെ ഇയാളെ പ്രസംഗത്തിന് ആമുഖം എന്താ പറഞ്ഞത്? കളവ് പറയുന്നവരുള്ളതാണ്. പിന്നെ യാസീൻ ഓതി, പിന്നെ അർത്ഥം പറഞ്ഞപ്പോഴും കളവാണ്. ഈ നിലയിൽ കളവ് മാത്രം എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നേതാക്കളും അനുയായി അല്ലെങ്കിൽ പ്രധാന നേതാക്കളും എന്റെ പാവപ്പെട്ട SSFകാർ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ നേതാക്കൾ നിങ്ങളെ വഞ്ചിക്കുകയാണ്. ഈ സത്യം നിങ്ങളുടെ മുന്നിൽ തുറന്നു വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ പ്രസ്ഥാനത്തിൽ ഇനി ഈമാനുള്ളൊരു മനുഷ്യന് നിൽക്കാൻ സാധിക്കുമോ? പറയണ മറുപടി. കാന്തപുരത്തോടുള്ള അമിതമായ വ്യക്തിസ്നേഹം കൊണ്ട് മാത്രം സത്യത്തെ നിങ്ങൾ കണ്ണടച്ച് മൂടിക്കളയാൻ പാടില്ല. കാന്തപുരത്തോട് നിങ്ങൾ സ്നേഹിച്ചോളൂ. കാന്തപുരത്തെ അങ്ങനെ പലരും സ്നേഹിക്കാറില്ലേ? സച്ചിൻ തെണ്ടുൽക്കർ എത്ര ആളുകൾ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കളവ് പറയുന്ന ഒരു പ്രഭാഷകനെ നിങ്ങൾ സ്നേഹിച്ചോളൂ. അല്ലെങ്കിൽ ഈ കാലത്ത് പോലും വളരെ നന്നായി നടക്കുന്ന ആരോഗ്യവാനായ പ്രായത്തെ വെല്ലുന്ന വൈകാരികമായൊരു അവസ്ഥയുള്ളൊരു വലിയ പണ്ഡിതൻ, വലിയൊരു മനുഷ്യനായിട്ട് നിങ്ങൾ അംഗീകരിച്ചോളൂ. അങ്ങനെ എങ്ങനെ നിങ്ങൾ സ്റ്റൈലായിട്ട് കൊണ്ടുവന്നു. പക്ഷേ ദീനിന്റെ ഐക്കണായിട്ട് അയാളെ കാണരുത്. ഒരു സംഘടനാ നേതാവായി കണ്ടോളൂ. കേരളത്തിലെ ഏറ്റവും നല്ലൊരു സംഘാടകനായി വേണമെങ്കിൽ കാന്തപുരത്തെ കണ്ടോളൂ. ആത്മീയ നേതാവും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നേതാവുമായി കാന്തപുരത്തെ കാണാൻ പറ്റില്ലെന്ന് അനുഭവത്തെ സാക്ഷീകരിച്ചുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും. 26 കൊല്ലത്തെ അനുഭവം. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോ അവിടുന്ന് ഞാൻ ഒരുപാട് ശേഷിപ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. തിരുശേഷിപ്പല്ല, ശേഷിപ്പുകൾ മാത്രം. അതെങ്ങാനും ഞാൻ ആവശ്യമുള്ള സ്ഥലത്ത് വിന്യസിക്കാൻ തുടങ്ങിയാൽ കേരളത്തിൽ ഓടിയാൽ ഒളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും കാന്തപുരം വിഭാഗത്തിന്റെ പ്രധാന നേതാക്കൾക്കോ പ്രധാന അനുയായികൾക്കോ ഉണ്ടാവില്ല. അന്ന് പാവപ്പെട്ട ഈ പ്രവർത്തകർ അവിടുന്ന് രക്ഷപ്പെട്ടു പോരുകയും ചെയ്യും. അത്രമേൽ അബദ്ധവും അപകടകാരികളുമാണ് നിങ്ങളുടെ പ്രസ്ഥാനം. ഇപ്പൊ സത്യം പറയുമ്പോ, കാര്യങ്ങളെ തുറന്നു പറയുമ്പോ ഭീഷണിയാണ് എല്ലാ സ്ഥലത്തും. അതുപോലെ ഭീഷണിപ്പെടുത്തി ഫോൺ കോളുകളാണ്. എന്തൊക്കെയാ വിളിക്കുക? തെറിയോട് തെറിയ. വിളിച്ച് അവസാനം എന്തൊക്കെ വിളിച്ചാലും തീരാത്ത അത്രയും എത്തിക്കഴിഞ്ഞു. അവസാനം ഇപ്പൊ ഭീഷണിയാണ്. ലാസ്റ്റ് ഭീഷണി എന്താ? ഉസ്താദിനോട് കളിച്ചാൽ കുരുത്തക്കേട് കിട്ടുന്നു. ഉസ്താദിനോട് കളിച്ചാൽ കുരുത്തക്കേട്. പിന്നെ ഞാൻ ഉസ്താദ് എന്ന് കേൾക്കുമ്പോ ഞാനും ഗൾഫിൽ കുറച്ച് ഉണ്ടായ ആളാണ്. ഞാൻ ചിന്തിക്കാറുണ്ട്, ഗൾഫിലൊക്കെ നമ്മൾ പോയി ഉസ്താദ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? UAE ഞാൻ കേട്ടിട്ടുണ്ട്. ഉസ്താദ് എന്ന് പറഞ്ഞാൽ കുക്കിന് പറയുന്ന പേരാണ് അവിടെ. അങ്ങനെയാണ് നിങ്ങൾ ഉസ്താദിനെ ഞാൻ കാണുന്നത്. ഇപ്പോ സമുദായത്തെ നശിപ്പിക്കാൻ ആവശ്യമായ ലാവ നിങ്ങൾ കുക്ക് ചെയ്യാണ്. അല്ലാതെ നിങ്ങൾ ഈ സമുദായത്തിൽ ഒരു പണ്ഡിതനായി എണ്ണാൻ പോലും എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. കാരണം നിങ്ങൾ അത്രമേൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞ് ഞങ്ങളെയൊക്കെ വഞ്ചിച്ചിട്ടുണ്ട്.
ഇവിടെയുള്ള SKSSFന്റെ പ്രവർത്തകർ എന്നോ അത് തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ സ്റ്റേജുകളിൽ, ഓരോ പ്രദേശങ്ങളിലും പേജുകളിലും ഞങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിങ്ങളുണ്ടാക്കിയ കാപട്യത്തിന്റെ നാടകത്തിന്റെ ഇന്നലകൾ എണ്ണിയെടുക്കുമ്പോ നിങ്ങളോടുള്ള വിരോധം മൂത്ത് കയറുന്നുണ്ട്. അത് വിശ്വാസ പ്രേരകമാണ്, വ്യക്തിപരമല്ല. അത് വിശ്വാസപ്രേരിതമാണ്. നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടോ വൈകൃതം കണ്ടിട്ടോ അല്ല. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞ് നടക്കുന്ന വ്യക്തി തന്നെ അതിനെതിരായി ജീവിതത്തിൽ ഓരോ നിമിഷവും പുലർത്തുന്നത് നേരിൽ കാണുമ്പോ, അതിനുവേണ്ടി ആ വിഷയത്തിൽ കളവുകൾ ഏറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുമ്പോ വേദന തോന്നുകയാണ്. ഹബീബിന്റെ പേരിലുള്ള കള്ളത്തരം കാണുമ്പോ എന്തിനാ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയത്? നമ്മൾ ദീനിനു വേണ്ടി ദീനിന്റെ പ്രവർത്തകരായ ഓരോ ആളുകളും ഈ SSFലും SKSSFിലായാലും എവിടെ ഇറങ്ങുമ്പോ ആദ്യം നമ്മൾ നിയത്ത് ചെയ്യുന്നത് എന്താണ്? എന്റെ ആഖിറം രക്ഷപ്പെടണം എന്നാണ് നമ്മൾ കരുതുക. ആഖിറം രക്ഷപ്പെടാൻ വേണ്ടി ആഖിറം നഷ്ടപ്പെടുത്തിയിട്ട് ആരെങ്കിലും പ്രവർത്തിക്കാറുണ്ടോ? SSFകാരൻ ഇപ്പൊ ചെയ്യുന്നത് അതാണ്. നിങ്ങളുടെ നേതാവ് കാന്തപുരത്തെ വിശ്വസിച്ചു പോയതിന്റെ പേരിൽ നിങ്ങളിപ്പോൾ അബദ്ധത്തിലായിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോ സംഘടനയുടെ പേരിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സംഘടനയുടെ ഒരുപാട് പുതിയ പദ്ധതികൾ പറയുമ്പോഴും നിങ്ങൾക്ക് ഇത്തരം വിഷയങ്ങൾ സംവാദാത്മകമായി നേരിടാനുള്ള ചങ്കൂറ്റം പോലും നിങ്ങൾക്ക് ഇന്നില്ലാതായിരിക്കുന്നു. ഇവിടെ ഞാൻ കടന്നു വന്നപ്പോ ഒരു കത്ത് കാണുകയുണ്ടായി. SKSS പുന്നത്തല യൂണിറ്റ് ഇവിടുത്തെ ജലീൽ സക്കാഫിക്കും അതുപോലെ SSFനും SYSനും കൊടുത്തൊരു കത്ത്. സംവാദാത്മകമായി നിങ്ങൾക്ക് ഈ സമൂഹത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവരാണ്. കേരളം മുഴുവൻ ഒരുപാട് സംവാദ വ്യവസ്ഥകൾ, 65ഓളം വ്യവസ്ഥകളിൽ നിങ്ങളുടെ പക്ഷത്ത് നിന്ന ആളാണ് ഞാൻ, പോയ ആളാണ്. 10ഓളം സംവാദങ്ങളിൽ മുജാഹിദുകൾക്കെതിരെ മധ്യസ്ഥനായിട്ടുണ്ട്. 2 സംവാദങ്ങളിൽ SKSSF പക്ഷത്ത് നടന്ന സംവാദങ്ങളിൽ മധ്യസ്ഥനായി ഞാനുണ്ടായിട്ടുണ്ട്. 2 പ്രധാന സംഭവങ്ങളാണ് ഈ മുടി വിഷയത്തിൽ ഈ അടുത്ത കാലത്ത് നടന്ന സംവാദങ്ങൾ. അതിൽ 2ലും കാന്തപുരത്തിന്റെ മധ്യസ്ഥനായിരുന്നു ഞാൻ ഈ കത്ത് ഉയർത്തിപ്പിടിച്ച് ചോദിക്കട്ടെ, SKSSF ഇവിടെ നിന്ന് തന്ന ഈ കത്തുണ്ടല്ലോ, ഇതേ ശൈലിയിലാണ് സാധാരണ നാം മുജാഹിദുകൾക്ക് കത്ത് കൊടുക്കാറുള്ളത്. ഇതേ ശൈലിയിൽ യൂണിറ്റ് കമ്മിറ്റികൾ കത്ത് കൊടുക്കും. ഈ കത്തുകൾ കൊടുക്കുമ്പോ മുജാഹിദുകൾ ഒരു മറുപടി തരാറുണ്ട്. ആ മറുപടി അതുപോലെ SSFകാരന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ SSFകാരാണ് ഇങ്ങനെ കത്ത് കൊടുക്കാറുള്ളത് തന്റെ ഇടത്തോടെ. എന്താ SSFന്റെ പോസ്റ്റർ? നെഞ്ചുറപ്പുണ്ടോ സത്യത്തിന്റെ പക്ഷത്ത്? ഇപ്പൊ എന്തേ നെഞ്ചിടിപ്പാണോ ഹോസ്പിറ്റലിൽ പോകാനുള്ള? ചോദിച്ചു പോവാണ്. കാരണം ഒരു കാലത്ത് SKSSF കൊടുത്ത ഈ കത്ത് പോലെയുള്ള കത്ത് ഒരു 10-200 എഴുതി മുജാഹിദുകൾക്ക് കൊടുത്ത അനുഭവം എനിക്കുണ്ട്. അത് മുജാഹിദ് നിഷേധിക്കൂല, കാന്തപുരം വിഭാഗം നിഷേധിക്കൂല. അതിൽ 65ഓളം വ്യവസ്ഥയിൽ ഇരുന്നിട്ടുണ്ട്. വ്യവസ്ഥയിൽ ഇരുന്നിട്ട് പോയിക്കൂടായിരുന്നു നിങ്ങൾക്ക്? വ്യവസ്ഥയിൽ നമ്മൾ പോവാറുണ്ടല്ലോ, എന്നിട്ട് ഇറങ്ങി പോവാറില്ലേ? അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് വന്നൂടെ? അന്ന് മുജാഹിദുകൾക്ക് നമ്മൾ കൊടുത്തിരുന്നത് കത്ത് പോലെയുള്ള കത്താണ് SSFകാർക്ക് ഇവിടുത്തെ SKSSF തന്റെ ഇടത്തോടെ തന്നത്. അപ്പൊ മറുപടി എന്താ? മറുപടി ഞാൻ വായിക്കുന്നില്ല, സമയക്കുറവുണ്ട്. വായിച്ചാൽ വളരെ കൃത്യമായിരുന്നു, നല്ല വാചകങ്ങളാണ്. ഇത് മുജാഹിദ് എപ്പോഴോ SSFകാർക്ക് കൊടുത്ത കത്ത് നോക്കിയിട്ട് എഴുതിയതാന്ന് തോന്നുന്നു. എനിക്കതിനെ തോന്നിയത്. കാരണം ഇതിൽ പ്രയോഗിച്ച പ്രയോഗങ്ങളുണ്ട്. ചർച്ച, ഈ ചർച്ചയിൽ SSFകാർ പറയുന്നത് നമ്മൾ ഇവിടെയുള്ള പ്രശ്നം മാത്രമല്ല, ഇത് കേരളം മൊത്തമുള്ള പ്രശ്നം. അതുകൊണ്ട് സമസ്തയുടെ നേതാക്കൾ തമ്മിൽ കത്ത് കൈമാറട്ടെ. ഇതിലാവശ്യപ്പെടുകയാണ്. മുജാഹിദ് ഇങ്ങനെ തന്നെ പറയാം. ഇസ്തിയാസ എന്നുള്ളത് നമ്മളെ നാട്ടിൽ മാത്രം തീരേണ്ട പ്രശ്നമല്ല. അതുകൊണ്ട് പണ്ഡിത സംഘടനകൾ തമ്മിൽ കത്ത് കൈമാറട്ടെ. എന്നിട്ടോ ഇവരെ പണ്ഡിത സഭ കത്ത് തരൂല്ല, നമ്മളെ പണ്ഡിത സംഘടനയോട് ആവശ്യപ്പെടൂല. എന്നാൽ ഞാൻ വെല്ലുവിളിക്കുന്നു ഇതേത് SSFകാരോട്. യൂണിറ്റ് കമ്മിറ്റിക്ക് കത്ത് തന്നല്ലോ, സംവാദത്തിനോട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്നാലേ ഈ കത്ത് ഇവിടെ കൊണ്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും ഇവിടുത്തെ തൊട്ടടുത്ത യൂണിറ്റ് കമ്മിറ്റിയാണല്ലോ പുന്നത്തല യൂണിറ്റ്. ഈ യൂണിറ്റ് കമ്മിറ്റി വീണ്ടും നിങ്ങൾക്കൊരു കത്ത് തന്നു. ഈ കത്ത് നിങ്ങൾ തൊട്ടു നോക്കിയില്ല. ഞാനിവിടെ പറയുന്ന അതേ സംഭവങ്ങൾ ഈ കത്ത് പറയുന്നുണ്ട്. മുജാഹിദിന്റെ ശൈലിയാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഒരുപാട് സ്ഥലത്ത്, ഞാൻ വേണമെങ്കിൽ നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്യും, നൗഷാദ് ഹസനിയൊക്കെ പറഞ്ഞ, നൗഷാദ് ഹസനി മുജാഹിദുകളുമായി നടത്തിയ ഒരു സംവാദ വ്യവസ്ഥ
കോടമ്പുഴ സംവാദ വ്യവസ്ഥയിൽ മടവൂരികളുമായി നടത്തുന്ന സംഭാഷണത്തിൽ ഇടയിൽ സമസ്തയുടെ പണ്ഡിത സഭയുടെ കത്ത് ചോദിച്ചപ്പോ നൌഷാദ് ഹസനി നിങ്ങളുടെ പക്ഷത്ത് നിന്ന് ഏലംകുളം റഷീദ് സഖാഫി, വഹാബ് സഖാഫി അടങ്ങുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. അവരന്ന് പറയുന്ന മറുപടി മാത്രം എടുത്ത് വായിച്ചു കേട്ടു നോക്കുക, നിങ്ങളെ ഈ കത്തിന് മറുപടി ആവൂ. എന്നിട്ട് SKSF മറുപടി കൊടുത്തു. എന്നാ പിന്നെ ഈ യൂണിറ്റിൽ നിങ്ങളില്ലെങ്കിൽ പോട്ടെ, നിങ്ങളെ നമ്മൾ വിട്ടു, കാരണം നിങ്ങൾ ഒഴിഞ്ഞുമാറി എന്ന് ഈ നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്ന കത്താണ് എന്റെ കയ്യിലുള്ളത്. രണ്ടാമത്തെ കത്ത് SKSF കൊടുത്തപ്പോ സ്വീകരിച്ചില്ല. ഒന്നാമത്തെ തന്നെ വെറുതെ സ്വീകരിച്ച് കുടുങ്ങിയതായിരിക്കും. ഇത് വായിച്ചിട്ട് നേതാക്കളെ എഴുതി കൊടുത്ത കത്താന്ന് മനസ്സിലാകുന്നില്ല. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും എഴുതൂല, അത്രത്തോളം ബുദ്ധി ഇവർക്ക് വരില്ല. ഇങ്ങനെ കൊടുത്ത ഈ കത്ത് കൂടാതെ ഞാൻ ചോദിക്കുകയാണ്, ഇതൊക്കെ വിട്ടേക്ക് കോഴിക്കോട് വെച്ച് പേരോടൊരു വെല്ലുവിളിയാണ്. സംവാദത്തിന് തയ്യാറുണ്ടോ? ഇളം തലമുറയായാലും മുതുതലമുറയായാലും. എന്നാൽ ഇളം തലമുറ നമ്മളായിക്കൂടെ, നമ്മൾ റെഡിയാണ്. പക്ഷെ ആ വെല്ലുവിളി മലപ്പുറത്ത് വെച്ച് SKSF സംസ്ഥാന ഘടകമായ ഇളം തലമുറയും ഏതുമാവാന്ന് പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. SKSF സംസ്ഥാന കമ്മിറ്റിയുടെ ഘടകമായ ഇസ്തിഖാമ ആ സംവാദം ഏറ്റെടുത്തു. ഇസ്തിഖാമ ഏറ്റെടുത്തിട്ട് അതിന്റെ ചെയർമാൻ തന്നെ മലപ്പുറത്ത് വെച്ച് അഷ്റഫി കക്കുപ്പടി നേരിട്ട് ആ സംവാദത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു. പേരോടെ അല്ലെങ്കിൽ SSFകാരാ അതല്ലെങ്കിൽ മണ്ണാർക്കാട് പോയി സംവാദം നടത്തി മുജാഹിദിനോട് പരാജയപ്പെട്ടു വന്ന സുലൈമാൻ സഖാഫി ആ സംവാദ വെല്ലുവിളി നടത്തിയിട്ട് പേരോട് പിന്നെ മറുപടി പറഞ്ഞോ? പേരോട് സ്റ്റേജിൽ നിന്ന് വെല്ലുവിളിച്ചപ്പോ മലപ്പുറത്തെ സ്റ്റേജിൽ നിന്ന് മറുപടി വെല്ലുവിളി നടത്തി. കറക്റ്റായി. സാധാരണ അങ്ങനെ നടക്കാറുണ്ട്. മുജാഹിദ് വെല്ലുവിളിച്ച നമ്മളും വെല്ലുവിളി ഏറ്റെടുക്കും. ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യാ? ആദ്യം വെല്ലുവിളിച്ചാൽ കത്ത് കൊടുക്കും മറുവിഭാഗത്തിന്. ഞാൻ ചോദിക്കുകയാണ്, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും ഷിങ്കിടികളും എവിടെയില്ലേ? അദ്ദേഹത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയായ സുലൈമാൻ സഖാഫി ഇല്ലേ? ഈ നാട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടാവുമല്ലോ. അങ്ങനെ നിങ്ങൾ ഏൽപ്പിച്ച ആളുകൾ കൂടി കേൾക്കുകയാണെങ്കിൽ ഞാൻ പറയാണ്, അങ്ങനെ പേരോടിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത സ്ഥിതിയിൽ ഇനിയൊരു വ്യവസ്ഥയുടെ ഡേറ്റ് പറഞ്ഞുകൊണ്ടൊരു കത്ത് കൊടുക്കാൻ പേരോട് തയ്യാറുണ്ടോ? പേരോട് സംഘടന തയ്യാറുണ്ടോ? അങ്ങനെ നിങ്ങൾ ഇസ്തിഖാമയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് എവിടെയാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ഇസ്ലാമിക് സെന്ററിലാണ്. അവിടെ നിങ്ങളൊരു കത്തെത്തിക്കൂ, അല്ലെങ്കിൽ പോസ്റ്റലായിട്ട് അയക്കൂ. അങ്ങനെ അയച്ചാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മറുപടി കിട്ടും. അത്രക്കും തയ്യാറായിട്ടിരിക്കുകയാണ്. ഈ യൂണിറ്റ് കമ്മിറ്റിന്റെ പോട്ടെ, എന്നാൽ അവിടെ നിന്നെങ്കിലും നിങ്ങൾ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ വരൂല എന്നറിയാം, എന്നാലും പ്രതീക്ഷിക്കാലോ. നിങ്ങളെ കൂട്ടത്തിൽ ഇനി ആരായുള്ള സംവാദം നടത്താൻ? ആരാ? സക്കരിയ സൊലാഹിന്റെ മുന്നിൽ പോയി ഏത്തമിട്ട് വന്ന സുലൈമാൻ സഖാഫിയോ? സക്കരിയ സൊലാഹിനെ ഏതൊരു മനുഷ്യന് പറഞ്ഞ് എങ്ങനെയും അയാളെ പരാജയപ്പെടുത്താം. പക്ഷെ അവിടെ പോയിട്ട് ഇയാൾ സക്കരിയ സൊലാഹിനെ നന്നായി അങ്ങോട്ട് പറഞ്ഞു, അയാളും കൊടുത്തു അതേ ഭാഷയിൽ അങ്ങോട്ട്. സക്കരിയ സൊലാഹിനോട് പറഞ്ഞു, പഠിക്കേണ്ട സമയത്ത് അണ്ടിപെറുക്കി നടന്നുകൊണ്ടല്ലേ ഇങ്ങനെ വന്നു എന്ന് വെച്ചു. സക്കരിയ സൊലാഹി തിരിച്ചൊരു മറുപടി അവിടെ പറഞ്ഞിരുന്നു. പഠിച്ചവനെ അത് കേൾക്കാൻ പറ്റാത്ത മറുപടിയാണ്. തറവാട് അടക്കിയിട്ടാണ് കൊടുത്തത്. അങ്ങനെ എരന്ന് വാങ്ങിയിട്ട് വന്ന് വീട്ടിലിരിക്കേണ്ടി വന്നു. പിന്നെ അതിനുശേഷം പഠിച്ചവന്റെ തൗഫീഖ് കൊണ്ട് സുലൈമാൻ സഖാഫി ആദർശവും പറഞ്ഞിട്ടില്ല, സംവാദവും നടത്തിയിട്ടില്ല. മൂപ്പർക്ക് അന്ന് ബോധ്യപ്പെട്ടു ഇതെനിക്ക് പറഞ്ഞ പണിയല്ല. അതുപോലെ കാന്തപുരത്തോട് പറയാനുള്ളത് തന്നെയാണ്, ഇത് നിങ്ങൾക്ക് പറഞ്ഞ പണിയല്ല. സമുദായത്തിന്റെ നേതൃത്വം നിങ്ങളാണെന്ന് പറഞ്ഞ് മേനി നടിക്കുന്നതിൽ നിന്ന് പിന്മാറിയിട്ട് കാന്തപുരം കച്ചവടവുമായി പോയാൽ ഈ സമുദായത്തിന് അദ്ദേഹത്തോടൊന്നും പറയാനില്ല, നിങ്ങൾക്കത് ചെയ്യാം. ഇത് പറഞ്ഞ കാന്തപുരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടത്തുന്ന തട്ടിപ്പിന്റെ ഒരു രൂപം മാത്രം വിശദീകരിച്ച് ഞാൻ ഇവിടെ നിർത്താം. കാന്തപുരം ഈ വിഷയത്തിൽ ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് വിശദീകരിക്കാണ്ട് ചുരുക്കുകയാണ്. ഇദ്ദേഹം ജാലിയവാലയെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഷെയർ കിട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞ് ഇവിടെ കോട്ടക്കൽ സുലൈമാൻ തന്നെ നേതൃത്വം നൽകിയ ഒരു സമ്മേളനത്തിൽ അതിന്റെ സനദ് വായിച്ചു കാന്തപുരം. ആ സനദിൽ ഒന്നാമത്തെ പേര് മുഹമ്മദ് ഇക്ബാൽ ജാലിയവാല എന്ന ദോറാജി വാലയാണ്. രണ്ടാമത്തെ പേര് ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി എന്ന വ്യക്തിയുടേതാണ്. ഈ രണ്ട് പേരുകളും അങ്ങനെ വരുന്ന 45ഓളം പേരുള്ള സനദ് കാന്തപുരം വായിച്ചിരുന്നു കോട്ടക്കൽ വെച്ച്. അത് കോഴിക്കോട് എത്തിയപ്പോ 4-ാം തീയതി നടന്ന പരിപാടിയിൽ പേരോട് 35 ചുരുക്കി 10 ആളെ കൊന്നുകളഞ്ഞു. സനദ് മുറിച്ചു, എന്നിട്ട് അവതരിപ്പിച്ചു. ആ സനദ് വെച്ച് ബോംബെയിൽ നിന്ന് ജാലിയവാലയുടെ അടുത്ത് പോയി, ഏറ്റവും ബന്ധമുള്ള ആളാണ് ഞാൻ, 60 ദിവസം അദ്ദേഹത്തോടൊപ്പം ഒന്നിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ജാലിയവാലയോട് ചോദിച്ചു, നിങ്ങൾ കാന്തപുരത്തിന് സനദ് കൊടുത്തിട്ടുണ്ടോ? അപ്പോ ജാലിയവാല പറഞ്ഞു, ഞാൻ സനദ് കൊടുത്തിട്ടില്ല. ഞെട്ടിപ്പോയി.
കാരണം ഇത് കാണിച്ച് ഒരുപാട് സ്ഥലത്ത്, ഇവിടെയും പരിസരങ്ങളിലും പുത്തനത്താണിയും അതുപോലുള്ള ഒരുപാട് സ്ഥലത്ത് പ്രസംഗിക്കാൻ പരിപാടികളിൽ പോയ ആളുകളാണ് ഞങ്ങളൊക്കെ. അവരോടൊപ്പം ഇതിനുവേണ്ടി എഴുതുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവരാണ് നമ്മള്. അങ്ങനെ നോക്കുമ്പോ ജാലിയവാല കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ജാലിയവാലയോട് ഞാൻ ചോദിച്ചു, സനദിലെ രണ്ടാമത്തെ ആൾ അറിയോ? ജാലിയവാല പറഞ്ഞു, ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി എന്ന രണ്ടാമത്തെ ആളെ പേര് റളിയല്ലാഹു അൻഹു ചെല്ലണ്ട, അയാൾ ബോംബെക്കാരനാണ്. ഈ ബോംബെക്കാരൻ അറിയോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല. അങ്ങനെ നേരെ ഞാൻ ഇദ്ദേഹത്തിന് ഷെയർ കൊടുത്തു എന്ന് പറയുന്ന ബറക്കാത്തിയെ കണ്ടെത്തി. അന്തപുരം പറയാറുണ്ട്, ബറക്കാത്തി സയ്യിദുമാരിലൂടെയാണ് നമുക്കത് കിട്ടിയത്. ഈ ബറക്കാത്തിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ സയ്യിദാണോ? അയാൾ പറഞ്ഞു, അല്ല, ഞാൻ പച്ചനാടൻ. നമ്മളിപ്പോഴുള്ള നാടൻ ഇത് നിഷേധിച്ചു വരൂ. ആ സമയത്ത് സർവ്വരേഖകളും വെച്ച് ഈ വിഷയത്തിൽ ഒരു സംവാദമോ ചർച്ചയോ കേരളത്തിൽ എവിടെ നടത്താനും ഞാൻ അതിന് സമസ്തന്റെ സംഘടന അല്ലാണ്ടത് ജാലിയവാലയും നിങ്ങളോ വേണ്ടത്. അതിന് ഞാൻ റെഡിയാണ്. കാന്തപുരമടക്കമുള്ള ഏത് നേതാക്കൾ വന്നാലും റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് തെളിയിക്കാൻ എനിക്ക് സാധിക്കും. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വെല്ലുവിളി ഇത്രയും കാലമായിട്ട് ഇതുവരെ വേണ്ടിയിട്ടില്ല. വരട്ടെ, വന്നാൽ നിങ്ങൾ ഇതുവരെ കാണാത്ത പലതും തെളിവുകളുടെ മാലപ്പടക്കം തന്നെ വരുന്നുണ്ട്. ഒരു സൈഡിൽ ഒന്ന് കത്തിച്ചു തകർന്ന് ജാലിയവാലിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞ ആരിഫ് ബറക്കാത്തിയോട് ചോദിച്ചപ്പോ ആരിഫ് പറഞ്ഞു, സനത് ഞാൻ കൊണ്ടുകൊടുക്കാൻ, സനത് അന്വേഷിക്കാൻ വേണ്ടി എന്നെ കാന്തപുരം ഏൽപ്പിച്ചു. 2 ലക്ഷത്തിന് തരുമെന്ന് ഞാൻ ചോദിച്ചു ജാലിയവാലയോട്. ഇല്ല എന്ന് പറഞ്ഞു, എന്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു. 5 ലക്ഷവും പറഞ്ഞു. 5 ലക്ഷത്തിന് തരാൻ കാന്തപുരത്തിന്റെ ഷെയ്ഖായ ജാലിയവാലയുടെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ കാന്തപുരം വിളിച്ചു പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ബോംബെയിൽ ആരുടെയെങ്കിലും കയ്യിൽ സനതുണ്ടെങ്കിൽ ആ സനത് മുബാറക്കുണ്ടെങ്കിൽ അതിന്റെ സനത് നിങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങോട്ട് അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോ ഈ ഇക്ബാൽ ജാലിയവാലയുടെ അടുത്ത് നിന്ന് ഷെയർ കൊണ്ടുവന്ന ഈ മനുഷ്യൻ ബറക്കാത്തി നേരെ പോയി അന്വേഷിച്ചു. അവസാനം ഒരാളെ കിട്ടി, അതാണ് ഗുലാം. ഈ ഗുലാമിന്റെ കയ്യിലുള്ള സനത് വാങ്ങി കാന്തപുരത്തിന് അയച്ചു കൊടുത്തു. ഞാൻ ഇതറിഞ്ഞപ്പോ വീണ്ടും ഗുലാമിനെ തേടി ചെന്നു. അങ്ങനെ ഗുലാമിനെ കണ്ടെത്തി. വളരെ സാഹസപ്പെട്ട് ഗുലാമിനെ കണ്ടെത്തിയപ്പോ ഗുലാം അബ്ദുൽ ഖാദർ ജീലാനിയുടെ മുന്നിലേക്ക് ഞാൻ ഈ കത്ത് കൊണ്ടുപോയിട്ട് ഈ സനത് കൊണ്ടുപോയി മേൽഭാഗം മടക്കി വെച്ച് ചോദിച്ചു, ഈ സനത് ആരുടേതാണ്? അപ്പൊ ഗുലാം പറഞ്ഞു, ഇതെന്റെ സനതാണ്. പിന്നെ ഞാനത് നിവർത്തിയിട്ട് നേരെയാക്കി. അതിനുശേഷം ഞാൻ ചോദിച്ചു, മുകളിൽ പേര് കാണുന്ന വ്യക്തിയെ നിങ്ങൾക്കറിയുമോ? ഈ സനത് അറിയുമോ എന്ന് ചോദിച്ചപ്പോ ഇയാൾ പറഞ്ഞു, മുകളിലുള്ള ഇക്ബാൽ വലി ജാലിയവാല എനിക്കറിയില്ല, ഞാനിതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ജാലിയവാലയോട് ചോദിച്ചപ്പോ ജാലിയവാല പറയുന്നു, ഗുലാമിനെ എനിക്കറിയില്ല. ഗുലാമിനോട് ചോദിച്ചപ്പോ ജാലിയവാല പരസ്പരം അറിയില്ല. പണ്ടൊരു പോസ്റ്റ്മാൻ കത്ത് കൊണ്ടുപോയതുപോലെ അയാൾ കത്തുമായി പോകുമ്പോ ചെറിയൊരു പോസ്റ്റ് കാർഡിൽ കത്ത് കണ്ടപ്പോ ചെറിയ കുറച്ച് വാചകം കണ്ടപ്പോ കൗതുകം കൊണ്ട് വായിച്ചു നോക്കി. അപ്പൊ ആ പോസ്റ്റ്മാൻ എഴുതിയ കണ്ട കത്തിലുള്ള എന്താ, ഇവിടെ എനിക്ക് സുഖം തന്നെ, അവിടെ നിങ്ങൾക്ക് സുഖമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഇയാൾക്ക് തോന്നിച്ചോനെ അവിടെ ഉള്ളാക്കും സുഖമാണ്, ഇവിടെ ഉള്ളാക്കും സുഖം. പിന്നെ ഇത് കൊണ്ടുപോകുന്ന എനിക്ക് രോഗമുണ്ടോ എന്നൊരു സംശയമാക്കും. ഉടനെ അയാൾ കീറിക്കളഞ്ഞത് വലിച്ചെറിഞ്ഞു. അതുപോലെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ബോംബെയിലെ ജാലിയവാലക്ക് ഈ ഗുലാമിനെ അറിയില്ല, ഗുലാമിന് ജാലിയവാല അറിയില്ല. പിന്നെ പോസ്റ്റ്മാനായിട്ട് ഞാൻ അവിടെ നിൽക്കണോ? ഞാൻ ഉടനെ രാജിവെച്ച് നേരെ ഇങ്ങോട്ട് പോന്നു. പിന്നെ അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലാന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ കളവ് മാത്രം പറയുന്നൊരു വിഭാഗത്തിന്റെ കൂടെയാണ് ആ വിഭാഗമാണിതെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ആ സനതാണിപ്പോൾ കാന്തപുരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. എന്നിട്ടാ കാന്തപുരം പറയുന്നത്, ഞങ്ങൾ പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടില്ല, ഞങ്ങൾ 2000 പള്ളി വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, ഇവിടെ 1-2 പള്ളികൾ ഉണ്ടാവും. ഉള്ള പള്ളിന്റെ പേരിൽ തന്നെ ഈ ഭാഗത്ത് തല്ലാണ്. ആകെ 2 പള്ളിയാണുള്ളത്. അതിന്റെ പേരിൽ തന്നെ 1-2 പള്ളികളുള്ള ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾ തന്നെ തല്ലാണ്. ഇവിടെ ഒന്നും വേണ്ട. ഇവിടെ സുലൈമാൻ സഖാഫിയുടെ ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തെ എല്ലാവരും, ഇവിടെ എല്ലാ എപിക്കാരും കൈ ഉയർത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നു എന്ന് പറയുന്നൊരു അവസ്ഥ ഇവിടെ കാണിച്ചു തന്നാൽ ഞാൻ നിങ്ങളെ കൂടെ പ്രവർത്തിക്കും. വേറെയും ആജിമാരില്ലേ ഈ നാട്ടിൽ? സുലൈമാൻ സഖാഫിന്ന് കേട്ടാൽ ഛർദിക്കുന്ന മനുഷ്യന്മാർ നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഇല്ലേ? എന്തിന്? എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട നേതാവ് ഇന്നും അദ്ദേഹം ഞാനുമായി സൗഹൃദം പുലർത്തുന്നു. ഒരു കത്തന്റെ കൈ കൊണ്ടു തന്നു, ഒരു യത്തീം കുട്ടി എഴുതിയ കത്താണ്. ആ കത്തിപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അതും ഞാൻ നേരത്തെ പറഞ്ഞ ശേഷിപ്പാണ്, തിരിശേഷിപ്പല്ല എന്ന് പറഞ്ഞല്ലോ. ആ യത്തീം കുട്ടിയുടെ കത്തെങ്ങാനും ഞാൻ ബാക്കി പറയണ്ടല്ലോ, ചൈൽഡ് എന്ന് കേട്ടാ ബാക്കി അറിയില്ലേ? വിശദീകരിക്കുന്നില്ല.
എന്റെ കയ്യിൽ ആ കത്തുന്നുണ്ട്. ഈ സ്ഥാപനം അടച്ചുപൂട്ടി അത് ചിലപ്പോ വാടകയ്ക്ക് കൊടുക്കേണ്ട അവസ്ഥ വരും. ആ കത്തെങ്ങാനും ഇനി പുറത്ത് ഞാൻ കൊണ്ടുവരാണെങ്കിൽ ഇരകളെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയും. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്, ഇതൊരു ദീനീ പ്രസ്ഥാനമല്ല, ഇതൊരു കച്ചവട ഗ്രൂപ്പാണെന്ന് വ്യക്തമാണ്. ഇത് കച്ചവട ഗ്രൂപ്പല്ല എങ്കിൽ റിയൽ എസ്റ്റേറ്റിന്റെ കണക്കുകൾ ഞാൻ എണ്ണി പറഞ്ഞു തരാം. അങ്ങനെ ഈ പറയുന്ന ആളുകളോട് എന്ത് ചോദിച്ചാലും പറയും ഞങ്ങൾക്ക് 25,000 മദ്രസും 2,000 പള്ളികളുണ്ട്. കാന്തപുരത്തിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് പിന്നാലെ പോയപ്പോൾ ഞാനിങ്ങനെ ഒരിക്കൽ ചിന്തിച്ചു, കാന്തപുരം വലിയ മഹാനാണല്ലോ. അന്ന് അതിനകത്തുള്ളപ്പെട്ടോ അന്ന് അങ്ങനെ ചിന്തിച്ച് തെറ്റിദ്ധരിച്ചൊരു കാലത്ത് അദ്ദേഹത്തെക്കുറിച്ചൊരു ഡോക്യുമെന്ററി ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു. ആ ഡോക്യുമെന്ററി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പല ഭാഗങ്ങളും നോക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളിലും സുലൈമാൻ സഖാഫി ടച്ച്. അപ്പൊ എനിക്ക് ആകെ ടെൻഷനായി. എങ്ങനെ ഇപ്പൊ ഇത് ഇങ്ങനെയുള്ളൊന്നും ഇറക്കാൻ പറ്റില്ലല്ലോ എന്ന് തോന്നിയിട്ട് ഞാനൊരു ഭാഗം അവസാനം കണ്ടെത്തി. ആ ഭാഗമാണ് നമ്മുടെ കാന്തപുരം 2000 പള്ളി ഉണ്ടാക്കി എന്നുള്ള ഭാഗം. അത് ഞാൻ അങ്ങനെ കേരളത്തിലുള്ള എസ്എഫിന്റെ പ്രവർത്തകരോട് ഓരോരുത്തരോടും ഇങ്ങനെ വിളിച്ച്, പ്രധാനപ്പെട്ട നേതാക്കളോട് ജില്ലാതലത്തിൽ വിളിച്ച് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു കാന്തപുരം ഉണ്ടാക്കിയ പള്ളികളെ കണക്ക് മൊത്തം കൂട്ടി നോക്കിയിട്ടും ഒരു സ്ഥലത്തൊന്നും 2000 തയ്ക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അവസാനം എനിക്ക് ബോധ്യപ്പെട്ടു ഇത് നടക്കൂല. ഞാനങ്ങനെ ആ കണക്ക് ദിർഹംസിലൊന്ന് കൂട്ടി നോക്കി. സാധാരണ നമ്മൾ ഇന്ത്യൻ കണക്കനുസരിച്ച് റെഡിയാവുന്നില്ലേ, അപ്പൊ ദിർഹംസിൽ കൂട്ടിയിട്ടും ആ കണക്ക് ശരിയാവുന്നില്ല. അപ്പോഴതാ ഞാൻ അവസാനം ഡോളറിൽ കൂട്ടിയപ്പോഴാണ് ഏകദേശം കാന്തപുരം 2000 പള്ളി ഉണ്ടാക്കിയെന്ന് കിട്ടി. തിരിച്ചു കൂട്ടി വയ്ക്കാൻ മതി. ആ 2000 പള്ളിയുള്ളവർക്ക് 25,000 മദ്രസ ഉണ്ട് എന്നാ പറയുന്നത്. 25,000 മദ്രസ ഉള്ളവർക്ക് 2000 പള്ളി മതിയാവുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. 25,000 മദ്രസയുള്ളവർക്ക് 2000 പള്ളി മതിയോ? അപ്പൊ പിന്നെ ആ കണക്ക് കിട്ടണമെങ്കിൽ ലൈലത്തുൽ ഖദറിന്റെ അന്ന് രാത്രി ഇരുന്ന് കൂട്ടേണ്ടി വരും, അല്ലാതെ കണക്ക് കിട്ടൂല. അങ്ങനെ ഈ മനുഷ്യൻ ഈ പറഞ്ഞുണ്ടാക്കുന്ന കണക്കുകൾ ഓരോന്നും പരിശോധിച്ചാൽ കള്ളത്തരം ബോധ്യപ്പെടും. എന്റെ ജില്ലയാണ് കണ്ണൂർ ജില്ല. ഞാൻ അവിടെ പോയി പരീക്ഷിച്ചു, നിരീക്ഷിച്ചു, അന്വേഷിച്ചു, കൃത്യമായി ബോധ്യപ്പെട്ടു. ആ ജില്ല മുഴുവൻ കണക്കൂട്ടിയിട്ട് അവരുടെ ആളുകളിൽ നിന്ന് തന്നെ കൃത്യമായി കിട്ടിയ കണക്കാണ് 55 മദ്രസ കണ്ണൂർ ജില്ലയിൽ കാന്തപുരത്തിലുണ്ട്. 25,000-ലെ 55 മദ്രസ. എങ്ങനെ നാട്ടുകാർ ഇവർക്ക് കൊടുക്കുക? നിങ്ങൾക്ക് തന്നെ അറിയില്ല. നിങ്ങളെ നാട്ടുകാർ കൊടുത്തു കുടുങ്ങിയില്ലേ? ഇവിടെ സ്ഥലം കൊടുത്തവർ, അതിന് സഹായിച്ചവരൊക്കെ കുടുങ്ങിയില്ലേ? അതുപോലെ ഏതെങ്കിലും നാട്ടുകാർ കൊടുക്കണ്ടേ? മർക്കസിന്റെ ഒരു ഇന്റർനാഷണൽ സ്കൂളുണ്ട് കോഴിക്കോട്. ഈ ഇന്റർനാഷണൽ സ്കൂളിൽ കുട്ടികളെ പഠിക്കാൻ പറഞ്ഞയച്ച രക്ഷിതാക്കൾ അനുഭവിച്ച ദുരന്തം. അവസാനം രക്ഷിതാക്കൾ ഒരു നോട്ടീസ് ഇറക്കി, സമരപരിപാടികൾ ആരംഭിച്ചു. അതിൽ ഒന്നാമത്തെ ആവശ്യം നിർത്തലാക്കിയ ളുഹ്ർ നിസ്കാരം പുനഃസ്ഥാപിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒന്ന്? നിർത്തലാക്കിയ ളുഹ്ർ നിസ്കാരം പുനഃസ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. ആ ഗണത്തിലേക്ക് എത്തിയവർ അവസാനം അവിടെയുള്ള രക്ഷിതാക്കൾ രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞു. നിർത്തലാക്കിയ ളുഹ്ർ നിസ്കാരം ആരംഭിച്ചാൽ മാത്രം പോരാ, നിസ്കരിക്കാനുണ്ടാക്കിയ ഹാളിൽ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ക്ലാസ് റൂമുകൾ പൊളിച്ചു മാറ്റണം. പിന്നെ ഇവർക്ക് ആരെങ്കിലും പള്ളിയും മദ്രസും കൊടുക്കുമോ? നിസ്കരിക്കാൻ ഉണ്ടാക്കിയ സ്ഥലത്ത് ക്ലാസ് റൂം ഉണ്ടാക്കിയ കൗമാണ്. ഒരു പള്ളിയോ മദ്രസ നമ്മൾ വിട്ടുകൊടുത്താൽ അവിടെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങൂലേ ഇവര്? ഈ നിലയിലേക്ക് സമുദായത്തിന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് അത് സമുദായത്തിനെതിരെ തിരിക്കാൻ ശത്രുക്കളുടെ പക്ഷത്തേക്ക് കൊണ്ടുപോയ ഒരു വിഭാഗമാണിവർ. ഇവരെ തിരിച്ചറിയാൻ SSFകാർക്ക് കഴിയണം. എനിക്കൊന്നും പറയാനില്ല. ഞാനിവിടെ നിങ്ങളോട് നിങ്ങളുടെ മുന്നിൽ വരച്ചുവെച്ച ഈ സനദ് മാത്രം നിങ്ങളൊന്നെടുത്ത് പരിശോധിക്കുക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബത്തിന്റെ ഒരു അംശം നിങ്ങളുടെ മനസ്സിന്റെ മൂലയിൽ എവിടെയെങ്കിലും ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവുക. നിങ്ങൾ നേതാക്കളെ കണ്ടുമുട്ടുമ്പോ SSFന്റെ പ്രവർത്തകർ പോയി ചോദിക്കുക, നിങ്ങൾ പ്രിയപ്പെട്ട നേതാക്കളോട് ചോദിക്കുക, എന്റെ നേതാവേ രാമദൽ ഇങ്ങനെ ഒരു കണക്ക് പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു സനദിന്റെ കഥ പറഞ്ഞല്ലോ, അത് സത്യമാണോ അല്ലേ എന്ന് ചോദിക്കുക. അസത്യമാണ് ഞാൻ പറഞ്ഞതിൽ അങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ ഇവിടുത്തെ പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് എന്റെ നമ്പർ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ എന്റെ നമ്പർ ഉണ്ടല്ലോ, നിങ്ങൾ സ്ഥിരം വിളിക്കുന്ന തെറി വിളിക്കുന്ന നമ്പറില്ലേ, ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചാൽ കാന്തപുരത്തെ മുന്നിലിരുത്തി ഞാൻ തെളിയിക്കും കാന്തപുരം പറയുന്നത് കളവാണെന്ന്. ഞാൻ വെല്ലുവിളി തുടരുകയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവാൻ ഒരു കണക്കുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്.
ഒരു കണക്കുകൂടി പറഞ്ഞു നിർത്താൻ. ഇപ്പൊ മുജാഹിദുകളെ കണ്ടാൽ നമ്മൾ ജിന്ന് ജിന്ന് എന്ന് പറഞ്ഞാൽ ഏത് വഹാബിയും ഒളിച്ചോടും, ആ സദസ്സ് നേരിട്ട് ഓടി രക്ഷപ്പെടും. അതുപോലെ കാന്തപുരം വിഭാഗത്തിൽ ഒരാളെ കണ്ടാൽ അയാളോട് ആദ്യം നമുക്ക് ചോദിക്കാവുന്നത് 70, 40, 27 നിങ്ങൾക്ക് അറിയുമെന്ന് വെച്ചോ. അപ്പൊ ആകെ കുടുങ്ങിയ പോലെ ഉണ്ടാവും, പിന്നൊന്നും മിണ്ടൂല. എത്ര വായാടിയായ SSF കാരണം നല്ലൊരു പൂട്ടാത്. എന്താ അതിനർത്ഥം? ഇന്ന് 70 വയസ്സുള്ള ജാലിയവാലയ്ക്ക് 40 വർഷം മുമ്പ് ഇന്ന് 27 വയസ്സുള്ള ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി മുടി കൊടുത്തു എന്നാണ് സനദ് പറയുന്നത്. മനസ്സിലായില്ല? ജാലിയവാലയ്ക്ക് ഇന്ന് 70 വയസ്സുണ്ട്. അയാൾക്ക് 40 കൊല്ലം മുമ്പ് ഷെയർ കിട്ടിയെന്നാണ് ജാലിയവാലയും അതുപോലെ കാന്തപുരവും ഞങ്ങളുമൊക്കെ ഇത്രയും കാലം തെളിവോടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടുന്ന് പറഞ്ഞ തെളിവുകൾ തിരിച്ചു. പക്ഷെ ഇപ്പോ സനദ് വായിച്ചു നോക്കുമ്പോ 40 കൊല്ലം മുമ്പ് ഇയാൾക്ക് ഈ ഷെയർ കൊടുത്തു എന്ന് പറയുന്ന ആൾ 27 കൊല്ലായിട്ടുള്ളൂ ജനിച്ചിട്ട്. മനസ്സിലായി? അതാണ് ഈ വിഭാഗത്തിന്റെ കണക്കിലെ കളി. ഒരു കാലഘട്ടത്തിൽ കാന്തപുരം പറഞ്ഞില്ലേ, 34ഓളം വരുന്ന സമസ്ത മുഷാവർ അംഗങ്ങളെ ഞങ്ങൾ 6 പേർ പുറത്താക്കിയെന്ന്. അതുപോലത്തെ ഒരു കണക്കായി. 70 വയസ്സുള്ള ജാലിയവാലക്ക് 40 കൊല്ലം മുമ്പ് ഇന്ന് 27 വയസ്സുള്ള ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി ഷെയർ കൊടുത്തു. അഥവാ ഈ ഗുലാം അബ്ദുൽ ഖാദർ ദുന്യാവെന്ന് ഇവിടുന്ന് കൊടുത്തല്ല, ആലമിൽ അർവാഹെന്ന് കൊടുത്തതാവും. അത്രത്തോളം ഹസ്രജിന്റെ വേറെ ഉണ്ട്. ഇത് ഒന്നാമത്തെ കണക്ക് എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് വരാം. ഹസ്രജി എന്താ കോഴിക്കോട് നിന്ന് പ്രസംഗിച്ചു പോയത്? ഒരാഴ്ച കൊണ്ട് സനദുള്ള വലിയൊരു പുസ്തകം ഞാൻ എഴുതുന്നുണ്ട് എന്നാ പറഞ്ഞത്. പിന്നെ നേരത്തെ ഞാൻ ഡോളറും ദിർഹംസ് ഒക്കെ കൂട്ടിയതുകൊണ്ട് ഇവിടെ ദിർഹംസിന്റെ കണക്കൊന്നും പറയേണ്ടിയില്ല, കാരണം അവിടുത്തെ കണക്ക് വേറെ തോന്നുന്നുണ്ട്. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ മഹ്ശറിലുള്ള അതേ കണക്കാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അയാൾ ഇവിടുന്ന് പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞു. ആഴ്ചകൾ ഇതുവരെ ഒരുപാട് കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന് ഒരാഴ്ചയായിട്ടില്ല. അതുകൊണ്ട് പിന്നെ സനദ് നമുക്ക് കിട്ടിയിട്ടില്ല. അള്ളാഹു ഈ വിഭാഗത്തിന്റെ ഷർറിൽ നിന്ന് നമ്മുടെ നാടിനെയും നാട്ടുകാരെയും നാക്കാലികളെയൊക്കെ കാക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.